ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫെസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ചും സകല ജീവജാലങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു ഹിതം എന്താണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ദൈവം എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ പ്ലാൻ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്ലാനിൻ്റെ ആത്യന്തികമായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഒടുവിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേരുക, പിന്നെയും ഒന്നായി ചേർക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആദിയിൽ എല്ലാം ഒന്നായിരുന്നു, കാലസമ്പൂർണതയിൽ എല്ലാം ഒന്നായി തീരും. അതിനിടയ്ക്ക് സംഭവിച്ച ആ വിഘടനം, പാപം വരുത്തിയതായ ആ ഒരു വിഘടനം, ആ വിഘടനത്തിൽ നിന്ന് ദൈവ സംസർഗത്തിൽ നിന്നുള്ള, മനുഷ്യ സംസർഗത്തിൽ നിന്നുള്ള, ബന്ധങ്ങളിൽ നിന്നുള്ള ആ പിന്തിരിഞ്ഞു പോക്കിന്, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചതായ പാളിച്ചകൾക്ക് വിഘാതമായി വന്ന, അല്ലെങ്കിൽ ആ ദൈവ സംസർഗത്തിലുണ്ടായ, ബന്ധങ്ങളിലുണ്ടായ ആ വിള്ളലുകളെ അല്ലെങ്കിൽ പൊട്ടലുകളെ വിളക്കി ചേർക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അതിൽ ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ഒരുമിച്ച് ചേർക്കേണ്ടതായ കാര്യമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. കാലസമ്പൂർണതയിലെല്ലാം ഒന്നായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ ആ കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ഒന്നാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എന്ത് നമ്മൾ കാണുന്നത്, ഇവിടെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. പിന്നെ ആ കോസ്മിക് ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ലെവലിലേക്ക് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത് കർത്താവിൻ്റെ 2-ാമത്തെ വരവിലാണ്. ഇവിടെ 1-ാമത്തെ വരവിൽ തന്നെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിൽ തന്നെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതാണ് യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത്. അതായത് ആത്യന്തികമായി സകലതും ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ 1-ാമത് തന്നെ വരുന്നത്. അവൻ 2-ാമത് വരുന്നത് അതിനു വേണ്ടിയാണ്. എന്തിന്? എല്ലാം ഒന്നാക്കുവാൻ വേണ്ടി. ഒന്നാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റ് റിലീജിയസ് കൺസെപ്റ്റ് അനുസരിച്ചല്ല അവിടെ ഒന്നാകുക എന്ന് പറയുമ്പോഴത്തേക്ക് സബ്മിഷനിലൂടെയാണ് നമ്മൾ ഒന്നാകുന്നത്. യേശു കർത്താവിനോടുള്ള നമ്മുടെ സബ്മിഷനാണ് അവിടുത്തെ വിഷയം. അതായത് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മളുടേതാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. 2-ാമത് സ്വർഗത്തിൽ വീണ്ടും എല്ലാം ഒന്നായിത്തീരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഈ സബ്മിഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ ഒന്നായിത്തീരുന്നതായ ഒരു സ്റ്റേജ്. എന്നാൽ എന്തിനു വേണ്ടിയാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആ പദ്ധതി എന്ന് പറയുമ്പോഴും ആ പദ്ധതിയെക്കുറിച്ച് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നമ്മൾ 9ഉം 10ഉം വാക്യങ്ങൾ വായിച്ചു. 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാം അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് പറയുന്നത്. ഇതിനകത്തെല്ലാം സംഭവിക്കുന്ന ഒരു പ്രത്യേകത, ഇതെല്ലാം, ഈ കൂടിച്ചേരലുകളെല്ലാം ആത്യന്തികമായി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ആയിത്തീരും. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇങ്ങനെ ഒരു
ചിന്ത വരാനായിട്ട്. അതായത് മഹത്വത്തിൻ്റെ പുകഴ്ച എന്ന് പറയുന്ന ആ വാക്ക് തന്നെ വളരെ രസകരമായ ഒരു വാക്കായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം എന്തു ചെയ്താലും ആത്യന്തികമായിട്ട് അത് അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയായിത്തീരുന്നു. എന്ത് ചെയ്താലും അതിനകത്തെ ഒരു കാര്യം, അവനെല്ലാം പ്ലാൻ ചെയ്യുകയാണ്. അതിനകത്ത് വേറെ ആർക്കും യാതൊന്നും അവകാശമൊന്നുമില്ല. അവകാശമില്ലെന്ന് പറയുന്നത് ഒരു ഓട്ടോക്രാറ്റിക്, ഓഫ് കോഴ്സ് ദൈവം ഒരു ഓട്ടോക്രാറ്റ് ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് നമ്മൾ പറയണ്ട. അല്ലാതെ എന്താണ്, ഓട്ടോക്രാറ്റാണ്. കാര്യം അവൻ്റെ തീരുമാനങ്ങളിൽ ആരും ഇടപെടാൻ അവൻ സമ്മതിക്കുന്നില്ലെന്നുള്ളതല്ല, അങ്ങനെ അതിനകത്ത് അവന് ഇടപെടാനായിട്ട് മറ്റുള്ളവർ കഴിയത്തുമില്ല. നമുക്കൊന്നും അവൻ്റെ ചിന്തകളിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ ആ തീരുമാനങ്ങളിലേക്കോ അവൻ്റെ പദ്ധതിയിലേക്കോ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ആർക്കും ഇല്ല. ദൈവം ഒരു ഇൻകമ്പയറബിൾ ഗോഡാണ് നമ്മൾ പറഞ്ഞില്ല. നമുക്ക് ഏകദേശം ഒന്ന് യോജിക്കുന്ന ഒരു ക്വാളിറ്റി വൈസിലൊന്ന് യോജിക്കുന്നവർക്കല്ല. നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ ഒരു മേജർ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് നമ്മൾ എന്താ അതിനകത്തൊന്ന് ചോദിക്കാൻ പറ്റുന്നത്? ആ കുഞ്ഞിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് അർത്ഥമുണ്ടോ? ഇല്ല. ആ കുഞ്ഞിനെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഇതുപോലെ ഉള്ളൂ നമ്മൾ ദൈവത്തിൻ്റെ ചിന്തകളിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അത് പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ട് കാര്യവുമില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ പറയും എന്താണ്, യു ടേക്ക് ദ ഡിസിഷൻ ബിക്കോസ് യു നോ വാട്ട് ഈസ് ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യങ്ങളിലും അവൻ്റെ പദ്ധതിയിലെ മുഴുവൻ കാര്യങ്ങളും അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയായി തീരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുന്നു. കാര്യം അവനാണെല്ലാം പ്ലാൻ ചെയ്തത്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഭൂമിയുടെ സാങ്കല്പികമായ അച്ചുതണ്ട് എത്ര ഡിഗ്രി ചരിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഞാൻ തീരുമാനിച്ചിട്ട് എന്തെടുക്കാനാണ്? അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ഗോളത്തിൻ്റെ പൊസിഷൻ നിശ്ചയിക്കാനോ വല്ലതും എനിക്ക് പറ്റുമോ? എനിക്ക് പറ്റില്ല. അത് പറ്റില്ലെന്ന് പറയുന്നത് ഞാനൊരു ബലഹീനനാണെന്നുള്ളതിന് അല്ല, ഞാനങ്ങനെ ചിന്തിക്കേണ്ട കാര്യവുമില്ല. കാര്യം അതൊക്കെ നിർവഹിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് ദൈവം ഉണ്ടല്ലോ. ഹീ ഈസ് ദെയർ. അവനതെല്ലാം അവൻ്റെ നിയമമനുസരിച്ച്, അവൻ്റെ ഇഷ്ടമനുസരിച്ച്, അവൻ്റെ പ്ലാൻ അനുസരിച്ച് പ്രകൃതിയിലെ മുഴുവൻ കാര്യങ്ങളും അവൻ നിർവഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ബുദ്ധിക്കൊക്കെ അഗോചരമായ കാര്യമാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് ഇതൊക്കെ എന്താണ്, ചില കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതല്ല. എന്നിട്ട് തന്നെ എന്ത് പറ്റും? ഗോളങ്ങളെ പോലും പ്ലാനറ്റ്സിനെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മൾ ഭൂമിയിലെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബ്രെയിൻ കൊണ്ട് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അവൻ്റെ ബ്രെയിൻ വളരെ മഹത്തരമാണില്ലെന്ന് പറയുന്നില്ല. ഇന്ന് വരെ ഇത്രയും കമ്പ്യൂട്ടേഴ്സ് എല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടും മനുഷ്യൻ്റെ ബ്രെയിനിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ടൊരു കമ്പ്യൂട്ടറിനെ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത് ശരിയാണ്. പക്ഷേ ഈ മനുഷ്യൻ തന്നെ ഇത്രയ്ക്കും നമ്മൾ ശക്തന്മാരെന്ന് ചിന്തിക്കുന്നതായ മനുഷ്യൻ തന്നെ ഭൂമിയുമായിട്ട് ഭൂമിയിലെ മറ്റ് മൃഗങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും, ഞാൻ പറയുന്നത് ഒരു ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് എന്നാണ്, അവൻ നമ്മളെ ദൂതന്മാരെക്കാൾ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ്. അതൊക്കെ ശരിയാണ്. അത് ദൈവം ചെയ്തതാണ്. അല്ലാതെ മനുഷ്യൻ ഗെയിൻ ചെയ്ത ഒരു കാര്യമല്ല. നമ്മളാരും ഗെയിൻ ചെയ്ത കാര്യമല്ല. നമ്മുടെ ഈ കഴിവുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ഗെയിൻ ചെയ്ത കാര്യം അല്ല. നമ്മൾ ഒരു കാര്യങ്ങളും സൃഷ്ടിക്കുന്നില്ല, നമ്മളൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. നമ്മളിതൊക്കെ കണ്ടുപിടിക്കുന്നതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ വിക്ടോറിയ ലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഡേവിഡ് ലിവിങ്സ്റ്റൺ അതല്ല വിക്ടോറിയ ലേക്ക് ഉണ്ടാക്കിയതാണോ? അല്ല, കണ്ടുപിടിച്ചെന്നല്ലേ ഉള്ളൂ. ഓൾറെഡി അവിടെ ഉള്ള ഒരു കാര്യം അയാൾ കണ്ടുപിടിച്ചു. ആഫ്രിക്കക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കത്തില്ല. അവൻ ചോദിക്കുന്നത് അയാൾ കണ്ടുപിടിച്ചെന്നോ? അതിന് മുമ്പ് ആരും കണ്ടിട്ടില്ലയോ? ഞങ്ങളാരും കണ്ടിട്ടില്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. സത്യമല്ലേ? എത്രയോ പേര് വിക്ടോറിയയിലേക്ക് കണ്ടിട്ടുണ്ട്, ഇല്ലേ? അയാൾ ചോദിക്കുന്നത്, എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ്. അവർ ചോദിക്കുന്നത്, അമേരിക്കയിൽ ആദ്യമായിട്ടൊരു കറമ്പൻ ഒരു ബ്ലാക്ക് ഒരുത്തൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാനാണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. അതിനു മുമ്പ് എത്രയോ പേര് അമേരിക്കയിൽ ചെന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ കുക്കാണ് ഓസ്ട്രേലിയ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞു? അതിന് മുമ്പ് ആരും ഇല്ലായിരുന്നു, അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ മനുഷ്യൻ ചുമ്മാ, അതായത് ജേതാവാണ് ചരിത്രം നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ അവര് ജേതാക്കന്മാരായിട്ട് ചരിത്രം എഴുതുന്നവനാ ചരിത്രം ഉണ്ടാക്കുന്നത്, ഇല്ലേ? അത്രേ ഉള്ളൂ. അല്ല, ഇതിനകത്തൊന്നും യാതൊരു മഹത്വവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്.
ഇതിനകത്തൊരു മഹത്വം ഹ്യൂമൻ വേയിൽ പറയാനില്ല. വിക്ടോറിയയിലേക്കൊന്നും നമ്മളാരും ഉണ്ടാക്കിയതൊന്നുമല്ല, ഇല്ലേ? വിക്ടോറിയയിലേക്ക് കണ്ടുപിടിച്ചു നമ്മൾ പറയുന്നത്, ഇൻവെന്റർ. ഏത് കാര്യമാണ്? ആറ്റം പവർ, അല്ലെങ്കിൽ E=mc² എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ ആ തത്വം, ആണോ? അല്ല. തിയറി ഓഫ് ഗ്രാവിറ്റി ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം ദൈവം ഉണ്ടാക്കിയതല്ലേ. അത് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഒരാൾ മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻ വേയിൽ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്നുമല്ല. ആ ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അഹങ്കരിക്കത്തില്ലായിരുന്നു. ഇപ്പം വോൺ കാർലോസ് ഓൾട്ടസിന്റെ ഒരു ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ദൈവത്തെയൊക്കെ അളക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഞാൻ പറഞ്ഞത് അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിനകത്ത് അവന് മാത്രമേ മഹത്വം ഉള്ളെന്ന് പറയാനാണ് ഞാൻ വരുന്നത്. ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജീവിയാണ്. ഹ്യൂമൻ വേയിൽ പറഞ്ഞാൽ ഒരു ജീവി. അവനേക്കാൾ വലിപ്പമുള്ള ജീവികളുണ്ട്, അവനേക്കാൾ ശക്തന്മാരായ ജീവികളുണ്ട്. ഈ ഭൂമി തന്നെ ഒന്ന് ആലോചിച്ചോ, ഭൂമിയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ. ഈ ഭൂമി എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹമാണ്, അല്ലാതെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹമൊന്നുമല്ല. നമ്മളെ ഭൂമിയിലെ ഒരു ജീവിയാണ്. ഓക്കെ, സോളാർ സിസ്റ്റത്തിലെ സൗരയൂഥത്തിലെ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ ഒരു ഗോളമാണ് ഭൂമി എന്ന് പറയുന്നത്. ഈ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാലോ, സൗരയൂഥം എന്ന് പറഞ്ഞാലോ, സൗരയൂഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല നക്ഷത്രങ്ങളുള്ള മിൽക്കി വേയിലെ അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന് പറയുന്ന ഒരു വലിയ മിൽക്കി വേയിലെ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇനി മിൽക്കി വേ എന്ന് പറഞ്ഞാലോ, മിൽക്കി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്രയോ ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനകത്ത് ഒരു ഗാലക്സി മാത്രമാണ് എന്ത്? മിൽക്കി വേ എന്ന് പറയുന്നത്. ഇനി ഗാലക്സിയുടെ കാര്യം ആലോചിച്ചാൽ തന്നെ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി പോലും ഒന്നുമല്ല. എത്രയോ ഗാലക്സികൾ കിടക്കുന്നു, എത്രയോ അതിനപ്പുറത്തുള്ള വിശാലമായ പ്രപഞ്ചം. നമുക്കൊന്നും കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മുടെ ഹ്യൂമൻ ബുദ്ധി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ, അത്രയും പോയാൽ പോലും എന്താണ്? ഭൂമി, സോളാർ സിസ്റ്റം, സൂര്യൻ, സോളാർ സിസ്റ്റം, മിൽക്കി വേ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കോസ്മോസ് വരെ പോയാലും ഇത്രയും നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തുണ്ട്. എന്നിട്ട് വോൺ കാർലോസ് പറഞ്ഞിട്ട് ഇതൊക്കെ ചിലപ്പം ദൈവത്തിന്റെ പാലസിന്റെ ബാക്ക് യാർഡിലെ ഒരു പൂന്തോട്ടം പോലെ ഉള്ളായിരിക്കും, നമുക്ക് അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഒരു പ്രപഞ്ചത്തെ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയവനും ആ ഒരു പ്രപഞ്ചത്തെ അണുവിട തെറ്റാതെ ഒരു ക്രമമനുസരിച്ച് നിയമമനുസരിച്ച് നിയന്ത്രിക്കുകയും ചെയ്യുന്നവനായ ഒരു ദൈവം. ആ ദൈവം എന്തും ചെയ്യുന്നത് അവൻ്റെ മഹത്വമാണ്, അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു വാക്ക് വന്നതുകൊണ്ടാണ് ഞാനിത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. വാട്ട് എൽസ്? ഇതിനകത്തൊക്കെ മനുഷ്യൻ എന്ത് പുകഴാനുള്ളത്? നമുക്ക് എന്ത് പുകഴാനാണുള്ളത്? അത് കണ്ടിട്ട് പോള് പറയുകയാണ്, the doctrine of universal agency of God, അതായത് ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു സ്പർശനം, ദൈവത്തിൻ്റെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കില്ല, പക്ഷെ ദൈവത്തിൻ്റെ ചില വാക്കുകളൊക്കെ നമുക്ക് പറയാവുന്ന അപ്പുറത്തുള്ള കാര്യമായിരിക്കും. ആ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ അതിൻ്റെ ഓരോ ചലനങ്ങളിലും ഉണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങൾ ഈ വിശാല പ്രപഞ്ചത്തിലുണ്ട്. അവയുടെയൊക്കെ സ്ഥാനം ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരു സെന്റിമീറ്റർ തെറ്റിയാൽ എന്തെല്ലാം ദുരന്തങ്ങളായിരിക്കും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുക, ഇല്ലേ? സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹത്തിൻ്റെ ചരിവ് 1 ഡിഗ്രി മാറിപ്പോയാൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതൊന്നും കൂടാതെ ഈ വിശാല പ്രപഞ്ചത്തെ തൻ്റെ ആ കരചലനം കൊണ്ട് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് നിയന്ത്രിക്കുന്നവനായ ദൈവത്തിൻ്റെ പ്രകൃതിയിലെ സകല പ്രവൃത്തികളും അവൻ്റെ മഹത്വത്തിന് പുകഴ്ചയായി തീരുകയാണ്.